നമ്മുടെ എൻ്റെ ശിവാസ് ഗ്യാരേജിലേക്ക് ഞാനൊരു ഐറ്റം ഒട്ടിക്കാൻ വേണ്ടി പോകണം. ഇത് നമ്മൾ ഇന്നൊരു സ്കെയിൽ മോഡൽ ട്രക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിലുണ്ടാകുന്ന സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുത്തിട്ടൊരു ബോർഡ് പോലെ നമ്മുടെ ഗ്യാരേജിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ആംഗിൾ മാറിപ്പോയി കഴിഞ്ഞാൽ പടവും പോകും ഗൈസ്. നമ്മൾ കറക്റ്റായിട്ടത് സൈഡിൽ വെള്ള കാണരുത്, വെള്ള കളർ കാണരുത്, ഒരു തുള്ളി പോലും വെള്ളം കാണരുത്. വെള്ള കൈസ് കണ്ടില്ല, നമ്മളപ്പം മുറിച്ച് കിടലാക്കി എടുത്തു. കണ്ടില്ല, ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണത്. കറക്റ്റ് ഉന്നത്തിനൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമറമാനായിട്ട് നമ്മുടെ ശ്രീഹരിയാണ്, അല്ലാത്തപ്പോൾ ഞാനാണല്ലോ. അത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ അവിടെ ഓരോടെ ഫുൾ പാർട്ടും നമ്മളങ്ങനെ എടുത്തു. ഈ കട്ടിൻ്റെ അടിയിൽ ഒരു കൊമ്പം കിടക്കണുണ്ടോ? നേരത്തെ റീസ്റ്റോറാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരി, ഇത് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ആ പണിയാണ്. ഇത് റീസ്റ്റോർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഗൈസ്. കാര്യം 12,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ശിവത്ത് പറഞ്ഞു എന്തായാലും പ്ലാസ്റ്റിക് അല്ല മെറ്റൽ സാധനം കയറ്റാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വിലയാണ്, പക്ഷെ അതുകൊണ്ട് നമ്മൾ കയറ്റുന്നില്ല. പിന്നെ വേറൊരു വണ്ടിയുടെ പണികളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ പേരെന്തായിരുന്നു? സ്റ്റാലിയൻ. ഈ വണ്ടിയുടെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. കിടിലൻ വണ്ടിയാണ് ഗൈസ്. അത്യാവശ്യം നല്ല പൊക്കവും കളറൊക്കെ ഒരു ടിപ്പറാണ്. ടിപ്പറല്ല, ഒരു സാധനമാണ്, ഇതാണ് നമ്മുടെ KSRTC, പിന്നെ ലോറി, പിന്നെ സെഡാസ്ത്ര. അപ്പം മച്ചന്മാരെ നമ്മളപ്പോൾ ഒരു സ്കെയിൽ മോഡൽ മേടിച്ചു. ഫുൾ മെറ്റലാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെയിൽ മോഡൽ. ഓടിച്ച് കാണിക്കാം, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോണ സ്റ്റിക്കർ കേട്ടോ. കണ്ടില്ലേ? ഒട്ടിച്ചാലോ? ഒട്ടിക്കുന്നില്ല, ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിത്തിയ മൊത്തം ആവും. അപ്പം കിടലനായി. അപ്പോൾ നമുക്കിതിന് ഗ്യാരേജിലേക്ക് ഫിക്സ് ചെയ്യാം. സാധനം പിടിപ്പിച്ചു കേട്ടോ. പക്ഷെ ഇത് കാറ്റ് വന്നാൽ ചിലപ്പോൾ മറിഞ്ഞു വീഴും, അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ വെക്കുവാണത് ഇവിടെ ഇങ്ങനെ വെക്കണം. ഒട്ടിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല കേട്ടോ. ഈ സെഡാസ്ത്ര ഉണ്ടല്ലോ ഗൈസ്, അത് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ഈ ഫോർച്യൂണറിൻ്റെ വീഡിയോ എല്ലാവരും പോയിട്ട് കാണുക. ഇതെന്തത് ഉണങ്ങിയില്ലേ? ഓയിൽ പശ ആണല്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ശരിയാ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.